ഈ ജെറുസലേമിലേക്ക് അന്തിമയുദ്ധം. അതിൻ്റെ ഇടയ്ക്ക് ഇന്നാളെ TPM ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ദർശനം കണ്ട് നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് ചത്തു എന്ന്. സ്വോത്രം. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച പാറയാണ് അവരിത് ചൂണ്ടിക്കാണിക്കുന്നത്. നാട്ടുകാരും പറഞ്ഞ് കേൾക്കാത്ത ഇസ്രായേലേ, നീ കഷ്ടത മൂലം നിലവിളിക്കുന്ന കാലം വരാറായി. 7000 കിലോമീറ്റർ ലോകം ഇതുവരെ കാണാത്തൊരു ഭൂകമ്പം വരാൻ പോകുന്നു 3-ാം ലോക മഹായുദ്ധത്തിൽ. 4 രാജ്യത്വങ്ങൾ. അതാണ് ബൈബിളിനകത്ത് കൃത്യം. ബാബേൽ, മേദ്യ പാർസ്യ, അത് കഴിഞ്ഞിട്ട് ഗ്രീസ്, റോമ. അതാ 1 തുള്ളൻ, 2 വെട്ടുക്കിളി, 3 വെട്ടിൽ, 4 പച്ചപ്പുഴു. ഇതാ കരം. മക്കളെ, ഇതൊക്കെ പഠിക്കണം. നിങ്ങൾ വേറെ ഈ ജനറൽ കൺവെൻഷനൊക്കെ പോയാലേ സമയം കഴിഞ്ഞ് കാനാവിലെ കല്യാണം. സ്വോത്രം. അല്ലെ അബ്രഹാം മലയിൽ പോയത് അവിടെ കൊണ്ട് തീരുവ. സ്വോത്രം. അബ്രഹാമിൻ്റെ കൊച്ചുമോൻ രാജാക്കന്മാരുടെ രാജാവായി വരാറായി. ഇതുവരെ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നില്ല. ഇന്നും അവറാച്ച മലയിൽ പോയതും പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. അത് ഈ പെന്തിക്കോസിൻ്റെ ഒരു തകരാറായിട്ടിരിക്കുക. ഇതൊക്കെ കേട്ടോണം, നോട്ട് എഴുതിക്കോണം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, ഷൈജു പറഞ്ഞാൽ അല്ലത്തല്ലേ എൻ്റെ കൈ പറിച്ചുകൊണ്ടിരിക്കുക. എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ഇന്നാളെ TPM ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ദർശനം കണ്ട് നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് ചത്തു എന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാൻ. സ്റ്റേജ് നിൽക്കുമ്പോൾ ഒരു കുത്തിത്തിരിപ്പില്ലല്ലോ പാസ്റ്റർ, നേരെ പോകത്തില്ലേ. സ്വോത്രം. TPM ഒരു അപ്പച്ചൻ പറയാൻ നേരെ കയറുമെന്ന്. സ്വോത്രം. എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ എഴുതി നിങ്ങളും പ്രസംഗിക്കണം. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളല്ല, ഇവിടുത്തെ സഹോദരങ്ങൾ, ചേച്ചിമാരാകട്ടെ, ചേട്ടന്മാരാവട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, എല്ലാവരും യേശുപ്പച്ചനെ കുറിച്ചുള്ള രക്ഷയെ പ്രസംഗിക്കണം. സ്വോത്രം. സ്റ്റേജിൽ പ്രസംഗിച്ചില്ലെങ്കിലും വേണ്ടിയല്ലോ, വഴിയിലെങ്കിലും ഒരു പോണി വിളിക്കുമ്പോൾ ഒരു ചേച്ചി വിളിക്കുക, ചേച്ചിയെ യേശു രാജാവായി വരാറായി, രക്ഷകനെ സ്വീകരിച്ചോ. അത് മതി സുവിശേഷം. സ്വോത്രം. സ്റ്റേജ് തകർക്കുന്നതല്ല. ഇതാ മക്കളെ, വോയിസ് ഓഫ് സുധിയിലെ കുഞ്ഞുങ്ങളങ്ങ് നോട്ട് ചെയ്താട്ടെ. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ആ 4 രാജ്യത്വങ്ങൾ കഴിഞ്ഞപ്പോൾ റോമിൻ്റെ സാമ്രാജ്യം അവരെ വാണു. ഇന്ന് 1917 വരെ AD 30 അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും. അവർ ലോകത്തിൻ്റെ 5 വൻകരകൾ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ ഏകദേശം ആഫ്രിക്ക വരെ 110 രാജ്യങ്ങൾ ചിതറി. 17 ചിയാം വൈസ്മാൻ അത്തിച്ചെടി കുഴിച്ചു വെച്ചു. 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം. 67 അറബ് ഇസ്രയേൽ വാർ. ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ച ഭാഗം ഇന്നീ കുഞ്ഞ് പടപട വായിക്കും. 20,750 കിലോമീറ്റർ ചരിത്രം പഠിക്കുന്നവർ ജെറുസലേം. 6,750 പലസ്തീൻ, റമല്ല, വെസ്റ്റ് ബാങ്ക്, അതിനോട് ചേർന്ന് ജാഫ്ലിയ, ജെനിൻ. ഇതൊക്കെയാണ് നിങ്ങളുടെ ചാനലിൽ കാണുന്നത്. ഇപ്പുറത്ത് മെഡിറ്ററേനിയനിൽ കിടക്കുന്ന ഗാസയിൽ 2 ഭാഗം, ഖാൻ യൂനിസ്, സഹർ. ഈ 20,750 671 കിലോമീറ്റർ ജെറുസലേം, കിഴക്കൻ ജെറുസലേം. 67 ആര് പിടിച്ചു ജെറുസലേം? ഇസ്രായേൽ പിടിച്ചെടുത്തു. കേൾക്കണേ, ഈ ജെറുസലേമിലേക്ക് അന്തിമയുദ്ധം. 1-ാമത്തെ കാര്യം. 2 ഭാഗം 2 ഇവിടെ തീർന്നു. 1 ജെറുസലേം, 2 67 അറബ് ഇസ്രായേൽ വാർ. ഈസ്റ്റ് ജെറുസലേം ഇസ്രായേൽ പിടിച്ചു. 3 ഒരു ചേട്ടൻ അമേരിക്കയിൽ വന്നു, ഭാരമുള്ള കല്ല്. അജീത് കണ്ടോണം. ജെറുസലേം ദാ കിടക്കുന്നു. അതിൻ്റെ ടെല്ലവീവായിരുന്നു ജെറുസലേമിൻ്റെ തലസ്ഥാനം. ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കി. കേട്ടോണേ, ഭാരമുള്ള കല്ല്. ഞാനത് പറഞ്ഞുതരാം. ദാ കിടക്കുന്നു. ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. ഇന്ത്യയിലെ നരേന്ദ്രമോദി സാറും പറയുമോ, ഞങ്ങളും തുറക്കാം. എന്തിനാ? ആലയം പണിയാൻ വേണ്ടി. 3 ഇനി UN-നകത്ത് വരാൻ പോന്നു ഇസ്രായേൽ. ജൂതരാഷ്ട്രം, പലസ്തീന് കേസ് കൊടുക്കാനും പറ്റത്തില്ല. ഈ 3 കാര്യമാ ഇന്നെങ്കിൽ. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. ജെറുസലേമിൻ്റെ പ്രത്യേകത, അന്തിമയുദ്ധം ജെറുസലേമിലേക്ക്. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. പിന്നെ റെഡ് മീഡിയയും കാണാം. 15 കാര്യങ്ങൾ ജെറുസലേം. 1 ദാവീദിൻ്റെ പട്ടണം. 2 5000 വർഷം പഴക്കമുള്ള സ്ഥലം. 3 മതങ്ങളുടെ സംഗമഭൂമി. 4 മക്ക മദീന കഴിഞ്ഞാൽ അൽ-അഖ്സ മോസ്ക്. 5 ഇസ്ലാം സഹോദരങ്ങൾ പറയുന്നു മുഹമ്മദ് നബി വന്ന് കുതിരപ്പുറത്ത് കയറി ആകാശത്തിലേക്ക് പോയ ഡോം ഓഫ് റോക്ക് ഇവിടെ. അത് ചരിത്രത്തിൽ തെറ്റ്. ആ പാറ ഏതാണെന്നറിയാമോ? അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച പാറയാണ് അവരിത് ചൂണ്ടിക്കാണിക്കുന്നത്. 6 യേശുവിൻ്റെ ക്രൂശീകരണം ഇവിടെ. 7 യേശുവിൻ്റെ കല്ലറ ഇതിനോട് ചേർന്ന്. 8 യേശുവിൻ്റെ അമ്മ മറിയയുടെ കല്ലറ ഇവിടെ. 9 തൈലലേപനം നടത്തിയത് ഇവിടെ. 10 കിദ്രോൻ തോട് ഇവിടെ. 11 ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധം. 12 40 പ്രാവശ്യം ജനമോടി. 13 23 പ്രാവശ്യം മുറിവേറ്റു. 14 യഹൂദന് സ്വാതന്ത്ര്യം കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, തിയോഡർ ഹെർസൺ. അവൻ്റെ കല്ലറ ഇവിടെ. 15 ഇന്ന് ഇസ്രയേലിൻ്റെ ശലോമോൻ്റെ ദൈവാലയത്തിൻ്റെ വെസ്റ്റേൺ വാളും കിഴക്കേ വാതിലും അവിടെ. ഇതാണ് അന്തിമയുദ്ധം. 3 പ്രവചനം മനസ്സിലാക്കണം. ഇതാണ് സുവിശേഷം. 1
ജെറുസലേം. 2 പരിഭ്രമപാത്രം. 3 ഭാരമുള്ള കല്ലെങ്കിൽ. ഇനി വാക്യം പുറകെ വായിച്ചു തരും. ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ സൗദിയിൽ കോൺഫറൻസ് നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ഇസ്രയേലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന 5 രാജ്യങ്ങളുണ്ട്. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ബ്രിട്ടൻ, 5 ഫ്രാൻസ്. ഇവരവനെ കൈയൊഴിയും. അങ്ങനെയെങ്കിൽ യുണൈറ്റഡ് നേഷൻസിനകത്തുനിന്ന് ഈ രാജ്യങ്ങളുടെ വീറ്റോ പവർ ഇല്ലാതാകും. അക്കാര്യം ഒന്ന് ഉയർത്തണം. ഇന്ന് ഇസ്രയേലിനെതിരെ ഏത് പ്രശ്നം വരുമ്പോഴും വീറ്റോ ചെയ്യുന്ന രാജ്യങ്ങൾ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ. 5 വീറ്റോക്കാരേ ഉള്ളൂ. റഷ്യയും ചൈനയും മാറിക്കും. ഈ പണം കുറഞ്ഞാൽ ആ രാജ്യം റഷ്യയിൽ നിന്ന് അല്ല ഈ UN-നകത്ത് പോകും. അങ്ങനെയെങ്കിൽ ഇസ്രയേൽ നിലവിളിക്കും അന്തിമ യുദ്ധത്തിലേക്ക്. വായിക്കാം യിരെമ്യാ പ്രവചനം. ഇനി എല്ലാം നിങ്ങൾ നോക്കിക്കോണം. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. യിരെമ്യാ പ്രവചനം വായിച്ചട്ടെ കുഞ്ഞ്. 22-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. ഇനി വചനം വേഗത്തിൽ പോകും. വായിച്ചട്ടെ. യിരെമ്യാ പ്രവചനം 22, 22 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കയില്ലെന്ന് പറഞ്ഞു. അടുത്തത് എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. പണ്ടേ നിനക്കുള്ള ശീലമല്ലയോ? കഴുത അന്വേഷിച്ച് പോയ ശൗലിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയില്ലോ. അവസാനം ദൈവത്തിന്റെ പ്ലാൻ വിട്ടുപോയില്ലോ. ദാവീദിനെതിരെ കുന്തോറിയൊക്കെ അല്ലായിരുന്നു. സന്തോഷമില്ലല്ലോ. അവസാനം അവൻ കുന്തം കൊണ്ട് തീർന്നില്ല അച്ചായ? സന്തോഷമില്ല. 2ാമതൊരുത്തൻ ഉണ്ടായിരുന്നു ദാവീദ്. കാട്ടിനകത്ത് കരമടിച്ചുകൊണ്ട് കിടന്നവനെ ഇസ്രായേലിൻ്റെ മധുരകരമായ രാജാവാക്കി. അവൻ പിന്നെ മീക്കളിൻ്റെ ഭാര്യയും കിട്ടി, നല്ല വണ്ടിയും കിട്ടി. ആ കാറിന് വല്ലതും ചർച്ചപ്പാറുണ്ടായിരുന്നു? ഇല്ല. മലയങ്കാവ് ഇരുന്ന് സാംസങ് ഗാലക്സി വെച്ച് പടം എടുത്തുകൊണ്ടിരുന്നേ. അപ്പോൾ ഒരാളെ കിട്ടി, ഊര്യാവിൻ്റെ ഭാര്യ. ആൾക്കാരെ വിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സന്തോഷമായിട്ട്. കാര്യവും കൈവിടപ്പെട്ടു പോയി. സ്വോത്രം. ആ സമയത്ത് കാരക്കോണം മെഡിക്കൽ കോളേജ് എടുക്കിയാൽ ആ സമയത്ത് ഊര്യാവിനെ ആളെ വിട്ട് വിളിച്ച്. ഊര്യാവ് എന്തോ ഇതെന്നറിയാം, ഇവിടെ വന്ന് ദാവീദ് പറഞ്ഞു നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നീയും ഭാര്യയും കൂടെ കൊക്കക്കോള അൽഫകാവും കഴിച്ച് അവിടെ കിടന്നോളാം. സ്വോത്രം. ഊര്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ദാവീദ്, എൻ്റെ ജനം ഇസ്രായേൽ പാളയത്ത് യുദ്ധത്തിൽ കിടക്കുമ്പോൾ ഞാൻ ഭാര്യയായിട്ട് കൊക്കക്കോള കഴിച്ച് കിടക്കാനൊന്ന്. സ്വോത്രം. ഊര്യാവ് കേട്ടില്ല. അവസാനം ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ ഊര്യാവിനെയും തട്ടി. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴേ സഭയെ ഒരു ഉപവാസം 21-ൻ്റെ അവസാന രാത്രി പ്രഭാതത്തിൽ ഈ വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ കണ്ട് ദാവീദ് വിചാരിച്ച എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകുമെന്ന്. നേരെ എവിടെ ചെന്നെന്നറിയാമോ? പഴയ ഒരു ജുബ്ബയൊക്കെ ഇട്ട് ഞങ്ങളുടെ പോക്ക് പോലെ ദൈവസഭയിൽ ചെന്ന്. ദാവീദ് രാജാവ് വന്നപ്പോഴേ സഭയിലെ പാസ്റ്റ് പറഞ്ഞു, കിങ് ദാവീദ് ഈസ് കമ്മിങ് ടുഡേ ഗിവിങ് എ ടെസ്റ്റിമണി. നല്ലൊരു സാക്ഷ്യം പറയുമെന്ന്. സ്വോത്രം. മൈക്കെടുത്തിട്ട് ആദ്യത്തെ പാട്ട്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. അപ്പം അതിൻ്റെ പുറകെ ഒരു പുള്ളി ഇരിക്കുന്ന നാദാൻ. സ്വോത്രം. നാദാൻ മിണ്ടിയില്ല. നല്ലൊരു പ്രഭാഷണം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ദാവീദ് പറഞ്ഞു, നാദാന് നമ്മുടെ വീട്ടിൽ ഒരു പ്രവാചകനെ ഭയങ്കര ആവശ്യം, ഒന്ന് വന്നിരുന്നേ വളരെ സന്തോഷമായിരുന്നു. ഞാനും ആഗ്രഹിച്ച് അങ്ങോട്ട് വരാനാ. സ്വോത്രം. ഞങ്ങൾ കാശുള്ളവരടുത്തല്ല പോകത്തുള്ളൂ. സ്വോത്രം. ആ സമയത്ത് നാദാൻ വീട്ടിൽ ചെന്നുടനെ ദാവീദിൻ്റെ ഭാര്യ നല്ല ചിക്കൻ കട്ട്ലേറ്റും ബ്രൂ കോഫിയും കൊടുത്ത് ഫ്രൈഡ് റൈസ് കുക്കറിലാന്ന്. അപ്പം നാദാൻ പറഞ്ഞു, ഫ്രൈഡ് റൈസ് അവിടെ ഇരിക്കട്ട്, എനിക്കൊരു സംഭാഷണം നടത്താൻ ആഗ്രഹമുണ്ടെന്ന്. ദാവീദിനെ മുഖാമുഖം വരുത്തിയിട്ട് നല്ലൊരു കഥ പറഞ്ഞു. കഥ എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തിൽ നല്ല രാജാവ്, നല്ല ആടുകളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനുണ്ട്. അവൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ അതിന് ഇലയും തോലും കൊടുത്ത് ആ പാല് പിഴിഞ്ഞ് മിൽമയെ കൊടുത്തിട്ട് അരിയും പലകാരം മേടിച്ചെന്ന്. സ്വോത്രം. അപ്പം ധനവാൻ്റെ വീട്ടിൽ ഒരു വലിയ പ്രമാണി വന്നപ്പോൾ ഇവ ആളെ വിട്ട് ആ കുഞ്ഞാടിനെ വിളിച്ച് നല്ലതുപോലെ വീട്ടിനകത്ത് സ്റ്റൂ ആക്കി കൊടുത്തത്. ഈ കാട്ടിനകത്ത് ആട്ടിൻ്റെ രോമമെല്ലാം കിട്ടിയവനുണ്ട്. ഒറ്റച്ചാട്ടം. സ്വോത്രം. ആരാ ആ കൊലപാതകം ചെയ്ത്? ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാന്നേ പറഞ്ഞേന്. സാർ ഇരിക്ക്, LDF വരും, എല്ലാം ശരിയാകും. സ്വോത്രം. ഞങ്ങൾ ബാംഗ്ലൂരിൽ നാളെ ഇറക്കിത്തരാം, അല്ലേ ഒരു 14 ഇരിക്കാം. പക്ഷെ നാദാൻ പറഞ്ഞത് എന്താന്ന്? എടാ കള്ളം ചെയ്ത ദാവീദ്, നീയാടാ അത് ചെയ്ത. സ്വോത്രം. സ്വോത്രം. ഇതാണ് ഒറിജിനൽ പ്രവചനം. അത് കേട്ടടനെ അവൻ്റെ ഏപ്പാടാൻ തുടങ്ങി, മുട്ടുമടക്കി 51-ാം സങ്കീർത്തനം എഴുതി. ഓ, എൻ്റെ ലംഘനങ്ങളെ മായിച്ച് ബഹുത്വത്തിൻ കരുണയിൻ പ്രകാരം എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ മാറ്റി നല്ലൊരു ഹൃദയത്തിനുടമയാക്കി മാറ്റണമേ. ഇതാച്ചായ മാമേ പ്രവചനം. സ്വോത്രം. പ്രവചനം എന്താ? പെന്തക്കോസിൽ വഴിവിട്ടു പോയ ഒരു ദൈവ കുഞ്ഞിൻ്റെ അടുത്ത് അവൻ ചെയ്ത പാപത്തെപ്പറ്റി ബോധ്യപ്പെടുത്തി ഒരിക്കൽ കൂടി മടക്കിക്കൊണ്ടുവന്ന് കൃപാസനത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി അവൻ്റെ നിത്യതയെ വരച്ച് കാട്ടുന്ന പരിപാടിയാ പ്രവചനം. സ്വോത്രം. ഇന്നത്തെ ഞങ്ങളുടെ പ്രവാചകന്മാർ ഇനി വന്നില്ലേലും കുഴപ്പമില്ല. സ്വോത്രം. വിഷമിക്കേണ്ട പവിത്ര സാറ്. ഇവിടെ വന്നില്ലെങ്കിൽ CSIക്കാർ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനുമായിട്ട് ഒത്തിരി തട്ടുമുട്ട് നടന്നത് ആ ധർമ്മരാജ റസാലം.
ഇപ്പം ഇറങ്ങിപ്പോയ പോക്കുണ്ടോ? ഇപ്പം വന്ന ബിഷപ്പാരാന്നറിയോ? എന്നെക്കായാലും ഇളയത് എൻ്റെ കൂട്ടുകാരൻ കോട്ടയത്ത് നടന്ന ഫ്രാൻസിസ് തിരുമേനി. കിട്ടിയ ഉടനെ എന്നെ വിളിച്ച് പാസ്റ്റർ സ്ഥലത്തുണ്ടോ കാണണമെന്ന്. ഞാൻ പറഞ്ഞു കാണാമെന്ന്. സ്വോത്രം. അവരുടെ കൺവെൻഷനിൽ കോട്ടയം മൊത്തം ഞാനാ പ്രസംഗിക്കുന്നത്. സ്വോത്രം. കുഴപ്പമില്ല. പെന്തിക്കോസ്തുകാർ വിളിച്ചില്ല, CSIക്കാർ വിളിക്കത്തില്ല, സന്തോഷമില്ലേ? സ്വോത്രം. എത്ര നല്ല കാര്യം. 4 ദിവസം മലയങ്കാവും വെള്ളറുടെ ആറാട്ടുകുടി CSI പള്ളിയെ ചെന്ന് എൻ്റെ പേര് വെച്ചാൽ അത് ഫ്രീ ആയിട്ട് ചായയിട്ട് ഇവിടെ എല്ലാം ഞാൻ പ്രസംഗിച്ച ഷൈജുവിനറിയും. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പെന്തിക്കോസിനകത്തെ പ്രവാചകന്മാരുടെ പരിപാടി എന്തുവാ? ബുള്ളറ്റ് വരും, അമ്മാമ്മയുടെ തല ആട്ടുകല്ലിട്ടുന്നു കറക്കുന്ന പോലെ കറക്കും. സ്വോത്രം. അമ്മാമ്മയെ പിന്നെ നടുവേദനയ്ക്ക് കാശ് മേടിച്ചോണ്ട്. സ്വോത്രം. അത് മാത്രമല്ല, പ്രവാചകന്മാർ മാത്രമല്ല, ഇന്ന് പച്ചയ്ക്ക് പറയാൻ നാളെ വന്നില്ലെങ്കിൽ പ്രവാചകിമാരും ഇന്ന് തകർത്തുകൊണ്ടിരിക്കുക. സ്വോത്രം. ഞാൻ ഒറ്റ കാര്യം പറയും, സഹോദരിമാർ കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ പ്രസംഗിക്കണം, രക്ഷയുടെ ദൂത് പറയണം. ആവശ്യമില്ലാത്ത വീടും കാറും വരുമെന്ന് ദയവ് ചെയ്ത് ചാനലിൽ കൂടെ പറയരുത്. സ്വോത്രം. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിക്കുക. സ്വോത്രം. അപ്പോൾ വീടും കിട്ടും, കാറും കിട്ടും. അല്ലാതെ ഈ സ്റ്റേജ് ചില സൂം മീറ്റിംഗ്, ഇന്നാൾ ഒരു പയ്യ എനിക്ക് ലൈവ് ഇട്ടിട്ട് വന്ന് പ്രവാചക ഇന്ന് മേശ തകർക്കുമെന്ന്. ഞാൻ പറയും കൈ കെട്ടിക്കൊണ്ടാവുന്നത് മേശയിട്ട് അടിയോട് അടി. സ്വോത്രം. ഇതൊന്നുമല്ല പ്രവാചകൻ. ഇന്ന് കൊട്ടാരക്കര വേറെ, നിലമ്പൂർ വേറെ, കോട്ടയം വേറെ. പച്ചയ്ക്ക് ഞാൻ പറയാം, ഇന്നാൾ ആറന്മുളയ്ക്ക് അടുത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരച്ചായൻ ലാസ്റ്റ് രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ട് വന്ന് പറയാം, കർത്താവ് ആ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്നതെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ കർത്താവ് അറിയാതെന്നോ ഞാൻ വന്നേ. പവിത്ര സാറേ, പുള്ളി എന്നോട് പറയാന്ന്, എൻ്റെ വീട്ടിൽ വന്ന പ്രവാചകതി വീട്ടിന് പാലുകാച്ചിന് കൊണ്ടുവന്ന ഫ്രിഡ്ജുമായിട്ട് പോയെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു അവർ അനുഗ്രഹിക്കപ്പെട്ടവരാ, വേറെ വല്ലവരും അതിനെ പ്രമാണം കൂടെ കൊണ്ടുപോയെന്ന്. സ്വോത്രം. പെന്തിക്കോസ്തുകാർ കേൾക്കട്ടെ. സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയാം, എന്തിനാ വിഷമിക്കുന്നത്? സ്വോത്രം. അപ്പം പറയാം ഞാൻ വിശുദ്ധനായിരുന്നു, ഞാൻ അങ്ങ് അത്രയും വിശുദ്ധനായിരുന്നു, വല്ല ലക്ഷക്കണക്കിന് ജോലിയും മേടിച്ച് നിന്നതിന്. സ്വോത്രം. എൻ്റെ എത്ര കുഴപ്പമുണ്ടായിട്ടുണ്ട്, ഞാൻ ഈ ബൈബിൾ എടുക്കേണ്ടി വന്നു. സ്വോത്രം. അതുകൊണ്ട് പറയാം, മക്കളെ, പ്രവചനം നല്ലതാ. ഞാൻ നിൽക്കുന്ന പ്രവചനത്തില ഒരു പ്രവചനത്തിൻ്റെ ദൂത് പറയേണ്ട ദൈവദാസൻ അല്ലെ ദൈവദാസിമാർ ഇവിടെ ഇരിപ്പുണ്ട്. മക്കളെ, നിങ്ങളെ ഒരു പ്രവചന ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ പോകണം. പക്ഷെ ഒരു കാര്യം, 6 ദിവസമെങ്കിലും ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ദാനിയേലിനോട് ഇടപെട്ട് മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്നെ വെളിപ്പെടുത്തി തരണം. ആ സഭയ്ക്ക് അതൊരനുഗ്രഹമായിരിക്കണം. ഒരു വാക്കൂടെ കടന്ന് സജുജാത്തന്നോട് പറയാം, അതിനകത്ത് വീണ് പോയ ഒരു പാപി ഉണ്ടെങ്കിൽ അവൻ കരഞ്ഞെഴുന്നേക്കുകയും ചെയ്യണം. ഇതാണ് പ്രവചനം. സ്വോത്രം. പെന്തക്കോസിന് ഇന്ന് മുച്ചോട് മുടിച്ചൊരു പരിപാടിയാണ്. ഇന്ന് ഷൈജൂടെ ഒരു വലിയ പ്രവാചകൻ വരട്ടെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് കാർ പിടിച്ച ആൾ വന്നതിന് ദൂത് കേൾക്കായി. സ്വോത്രം. മക്കളെ, നിങ്ങളുടെ ദൂത് ഈ ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അതുകൊണ്ട് നിന്റെ പ്രവചന ദൂത് ഇതിലുണ്ട്. പ്രവചനം തെറ്റല്ല, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. 1, പ്രവചനം ഒരു അനുഗ്രഹത്തിനാകട്ടെ. 2, വീണുപോയ ഒരു കുഞ്ഞിനെ ദൈവസാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന പ്രവാചകന്മാരും ദൈവദാസിമാരും ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ. സ്വോത്രം. അത് കണ്ട് ഇന്ന് രാത്രി നിന്റെ ശുഭകാലത്ത് നിന്നോട് ഞാൻ അരുളി. അത് കഴിഞ്ഞിട്ട് കണ്ടോ, നിന്നെ അടുത്ത വാക്ക് വായിച്ചാട്ടെ, നിന്നെ മേയിക്കുന്നവരെ. വേഗത്തിൽ വായിച്ചാട്ടെ മക്കളെ. നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. ദാണ്ടെ ഇന്ന് നിന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന 5 രാജ്യങ്ങൾ. അതൊക്കെ അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഇവരെല്ലാം കൊടുങ്കാറ്റ് മേയ്ക്കുക. സഹോദരങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, കാനഡയിൽ പോയിട്ടില്ല, ഓസ്ട്രേലിയയിൽ പോയിട്ടില്ല. ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ UK-യിലും എല്ലാം ഉണ്ട്. ഇന്ന് കേൾക്കണം, 3 രാജ്യങ്ങൾ സാമ്പത്തികത്തിൽ വീണുകൊണ്ടിരിക്കുക. കൊടുങ്കാറ്റ് റീത്തയും കത്രീനയും വിൽമയും ഹാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ് ഒന്നുമല്ല. സാമ്പത്തിക മാന്ദ്യം. അമേരിക്ക കുഴയുന്നു. കാനഡ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല. ബ്രിട്ടനിൽ പോയവർ കരയുന്നു. ചേച്ചിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കുഞ്ഞുങ്ങളെ ഈ 3 രാജ്യത്തേക്കും വിടുകയോ കല്യാണം കഴിക്കുകയോ ചെയ്യരുത്. 2 സ്ഥലത്തേക്ക് വിടണം. ചായ എനിക്ക് മേടിച്ചു തരണം. 1 ഫ്രാൻസ്, 2 ഓസ്ട്രേലിയ. കൊള്ളാവുന്ന സ്ഥലം, കര ഉയർത്തിയാട്ട്. ബാക്കി അങ്ങോട്ടും വിടരുത്. അവിടെ വിടുമ്പോൾ ഒരു ചായ എനിക്ക് മേടിച്ചു തരണം കേട്ടോ. അങ്ങനെയെങ്കിൽ ഇവരുടെ 3 കൂട്ടുകാർ ഇസ്രായേലിന്റെ പോകും. അടുത്ത നിന്റെ സ്നേഹിതന്മാർ. കുഞ്ഞു വായിച്ചാട്ടെ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ദാണ്ടെ ഇന്ന് ഇസ്രായേലുമായിട്ട് അടിയുണ്ടായപ്പോൾ 5 നേതാക്കളെ ഇറങ്ങി വന്ന്. ബൈഡൻ, ഋഷി സുനക്, ഇമ്മാനുവൽ മാക്രോൺ, കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ, ഓസ്ട്രേലിയയിലെ കപ്പലും 5 പേരും വന്ന്. കാശില്ലാതെ വരുമ്പോൾ ഇവർ പിന്മാറും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ഷൈജുവിനെ തന്നെ പിടിക്കാം പ്രിയമോൻ. കാര്യം അവൻ ഇപ്പം വേറെ ദൂരെ ആലുവ അങ്കമാലിയ. ഇവിടെ അവൻ തിരിച്ചു വന്നപ്പോൾ മലയങ്കാവി ഒരു സ്നേഹിതൻ ഒരു പച്ചക്കറി കട ഇട്ടു. അതിൻ്റെ പേര് പ്രവാസി പച്ചക്കറി കട.
തോലടി ചെന്നപ്പം ഒരു തട്ടുകട, പ്രവാസി തട്ടുകട. അതിൻ്റെ ഇപ്പുറത്ത് ഒരാട്ടോയുടെ പേര് പ്രവാസി ആട്ടോ. ഇവൻ നേരത്തെ സൗദിയിലായിരുന്നു, ഐസ്ക്രീം കടയായിരുന്നു കേട്ടോ. അറബി ഐസ്ക്രീം കട എടുത്ത് അവനുള്ളത് കൊടുത്തു വിട്ട് ഷൈജു വന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോൻ ഇനി പോകുന്നില്ലേ? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഷൈജു അണ്ണ മലയങ്കാവ് ഭാഷ കണ്ടില്ലേ, അതല്ലേ എൻ്റെ തട്ടുകടയുടെ പേര് പ്രവാസി തട്ടുകട, എൻ്റെ ആട്ടോയുടെ പേര് പ്രവാസി ആട്ടോ, എൻ്റെ പച്ചക്കറി കടയുടെ പേര് പ്രവാസി പച്ചക്കറി കട. ഗുഡ് ബൈ, സ്വോത്രം. അതുപോലെ ഇന്ന് ഇസ്രയേലിന് പിന്തുണ കൊടുക്കുന്ന സകല രാജ്യങ്ങളും ചക്രം പോകുമ്പോൾ പിന്മാറും. അന്നാണ് ഇസ്രയേലിന് നേരെ ആക്രമണം. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും. ഇന്ന് UN പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇന്ത്യ പറഞ്ഞാൽ കേൾക്കത്തില്ല, നാട്ടുകാരും പറഞ്ഞ് കേൾക്കാത്ത ഇസ്രായേലേ, നീ കഷ്ടത മൂലം നിലവിളിക്കുന്ന കാലം വരാറായി. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സൈന്യങ്ങൾ യെരൂശലേമിന് വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുവല്ലോ. സ്വോത്രം. സൗദി കൂടി 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ OIC മീറ്റടക്കം ഇസ്രായേലിൻ്റെ കരങ്ങളിലേക്ക് വരും. ആരാ? റഷ്യ അവരെ നയിക്കും. 3 വാക്യം കഴിയുമ്പോൾ ഇടവേള. എസെക്കിയേൽ 38, 15, 16. അങ്ങനെയെങ്കിൽ അന്തിമ യുദ്ധം. വായിച്ചാട്ട് മോള് എസെക്കിയേൽ 38, 15, 16 പടപടാ വായിച്ചാട്ടെ. ദേശത്തെ മറയ്ക്കേണ്ടതിന്, വായിച്ചു തുടങ്ങിക്കോ. ദേശത്തെ മറയ്ക്കേണ്ടതിന്. എസെക്കിയേൽ 38, 15, 16. ഓരോ വാക്യം തീരുമ്പോൾ മക്കൾ പടപടാ എടുത്തോണം. അടുത്ത വാക്യങ്ങൾ. നീയും നിന്നോടുകൂടെ പല ജാതികളും. ഇസ്രായേലിനെതിരെ റഷ്യയും നിന്നോടുകൂടെയുള്ള പല ജാതികളും. വായിച്ചാട്ടെ. ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യ, ചൈന, ഇറാൻ, ഇറാഖ് നേതൃത്വം കൊടുക്കും. വളരെ വായിച്ചാട്ടെ. മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ സിറിയയിലെ ഗോലാനും കുന്നിൽ നിന്ന് ഇറങ്ങി വരും. അടുത്തത് വായിക്കാം. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ടെ. അന്തിമ യുദ്ധം ഇസ്രായേലിലേക്ക്, എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. അടുത്തത് ഗോഗേ. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുക, ഉലകം കാണുക, അന്ത്യകാലത്ത് ജാതികൾ കാണുക. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ അവർ നിലവിളിക്കുന്ന, അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ ഇസ്രായേലിന്റെ നേരത്തെ ദേശത്തേക്ക് റഷ്യ അയക്കാൻ പോകുന്നു. അതാ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ കാണും. പലസ്തീന്റെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ആരുമായിട്ട്, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ചർച്ച നടക്കാൻ പോകുന്നു. ഹമാസിന്റെ പോരാളികൾ റഷ്യ വിളിച്ചു കഴിഞ്ഞു. ഇറാനും ചൈനയും ഒരുമിക്കുന്നു. തുർക്കിയിലെ തൊയ്ബ് എർദോഗൻ ഇന്നലെ രാത്രി പറഞ്ഞു, ഇസ്രയേൽ ഭീകര രാഷ്ട്രം, അവനെ തുടച്ചു മാറ്റണമെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ അന്തിമ യുദ്ധം ജെറുസലേമിലേക്ക് വരും. എന്ത് ജെറുസലേമിലേക്ക് വരും? ദാണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ദാണ്ട് ഇസ്രയേൽ ജൂതരാഷ്ട്രമെന്ന UN-നകത്ത് ഈ ജെറുസലേമിന്റെ വിഷയത്തിനകത്ത് ഒരു വീറ്റോ കൊണ്ടുവരും. അന്ന് പണമില്ലാതെ തകരുന്ന ഈ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ വീഴുമ്പോൾ സകല രാജ്യങ്ങൾ റഷ്യയുടെ നേരെ ഒരുമിക്ക്. റഷ്യ ഇതിനെ നയിക്ക്. ഇതെവിടെ തുടങ്ങിയത് ചേച്ചി? അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയത്. ആരാ? ഇസഹാക്കും ഇസ്മായിലും. ഒരമ്മയുടെ ഉദരത്തിൽ 2 പേര്, യാക്കോബും ഏശാവും. അവസാനത്തെ സെമി നടന്നത് ഏലാ താഴ്വര, ദാവീദും ഗോലിയാത്തുമെങ്കിൽ അന്തിമ യുദ്ധം ഇസ്രായേലിലേക്ക്. അങ്ങനെയെങ്കിൽ മേഘം. എന്താ മേഘം? ഇസ്രായേലിന്റെ നേരെ വടിവാളും കുന്തമല്ല. മേഘത്തിന്റെ പ്രത്യേകത എന്താ? യുദ്ധവിമാനം ഇസ്രായേലിന് നേരെ കയറി വരും. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? 1903. കുഞ്ഞുങ്ങൾ എഴുതിക്കോ. 1904 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ ഇർബീൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേലോട് സ്വർഗം പറഞ്ഞു, റഷ്യയെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മേഘം. തിരുവനന്തപുരം ശംഖുമുഖത്ത് പോകണം. എയർ ഇന്ത്യ വെള്ള, എമിറേറ്റ്സ് ചുമപ്പ്, അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ എയർവേസ് പച്ച, ഇൻഡിഗോ നീല. ശംഖുമുഖത്ത് തിരുവനന്തപുരത്ത് എയർ ഷോ ഉണ്ടായിരുന്നു. പണ്ട് യുദ്ധവിമാനം അതിൻ്റെ മേളിൽ പറക്ക്. ആ ഹെലികോപ്റ്ററിൻ്റെ യുദ്ധവിമാനത്തിൻ്റെ ചാര കള്ളറെങ്കിൽ അറ്റ്ലസുകാരൻ ഒരു സൈക്കിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഹെർക്കുലീസ് ഒരു സൈക്കിൾ കറക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി, അന്ത്യദിനം വിമാനങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും. കരമുയർത്തിയാട്ടെ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എവിടെയാ യുദ്ധം? യോവേൽ പ്രവചനം 3-ാം അധ്യായം 9-11. ഈ യുദ്ധം എവിടെ? യോവേൽ പ്രവചനം 3-9-11. ഇതിന്റെ പേരാ ഇസ്ലാമിക സമ്മേളനം. യോവേൽ 3-9-11. വായിച്ചിട്ട് മോളെ പടപടം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. അറബിലേക്ക് ഇപ്പൊ തന്നെ കൂടിക്കഴിഞ്ഞു. ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. അടുത്ത വാക്ക്, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. ആ വാക്കൊന്ന് നോട്ട് ചെയ്യണം.
വിശുദ്ധ യുദ്ധം. അത് പറയുന്ന ലോകത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഉള്ളു. ഹൈന്ദവ സമൂഹമല്ല, ബുദ്ധ സമൂഹമല്ല, ക്രിസ്തു സമൂഹമല്ല, അല്ലെങ്കിൽ വേറെ ജൈനനല്ല. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, ഇസ്ലാം. അതിൻ്റെ പേരാ ജിഹാദ്. കണ്ടോ, ഹമാസ് ഈ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വിശുദ്ധ യുദ്ധം ആരംഭിച്ചു. എത്ര ക്ലിയറാ മക്കളെ, സാമ്പിൾ തുടങ്ങിയതേ ഉള്ളു, അന്ത്യദിനം വരാറ്. എവിടെ യുദ്ധം? ജാതികൾ. 11-ാമത്തെ വാക്യം ബൈബിൾ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. ഇതെല്ലാവരും കേൾക്കുന്ന പ്രസംഗം, അതുകൊണ്ട് ക്ലിയർ കട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. 11-ാമത്തെ വാക്യം, ജാതികൾ ഉണർന്ന്. വായിച്ചിട്ട് മോളെ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. 21 രാഷ്ട്രങ്ങൾ കിടക്കുക മക്കളെ. ഈജിപ്റ്റ്, ജോർദാന്, യമന്, എത്യോപ്യ എല്ലാം അവിടെ കിടപ്പുണ്ട്. അവരെല്ലാം യവന് നേരെ എഴുന്നേക്ക്. ചുറ്റുമുള്ള സകല ജാതികളുമേ. വായിച്ചോട്ടെ. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാർ ഇറങ്ങുമാറാകട്ടെ. അടുത്ത വാക്ക്, ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. കരമുയർത്തിയാട്ടെ. ഇവിടെ വെച്ച അന്തിമ യുദ്ധം. ജാതികൾ ഉണർന്ന് ജെറുസലേമിനോട് ചേരാനുള്ള യഹോശാഫാത്ത് താഴ്വരയിൽ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു അന്തിമ യുദ്ധത്തിന്റെ മണിനാഥം യഹോശാഫാത്ത് താഴ്വരയിൽ മുഴങ്ങുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. മലയങ്കാവ്, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വാക്കിന്റെ പ്രവചന ധ്വനികൾ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുമ്പോൾ അകത്തളത്തിനകത്ത് രക്ഷയുടെ ടിക്കറ്റ് നേടിയ ദൈവമക്കറിയാം, അതാരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ കൂടാരത്തിലേക്ക് തൻ്റെ മക്കളെ ചേർക്കാൻ മഹിമയുടെ സിംഹാസനത്തിൽ നാഥന്റെ കാഹളം വെളിപ്പെടാറായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അന്നൊരു സംഭവം നടക്കുക. ആ 2 വാക്യം വായിക്കുമ്പോൾ നിർത്താം. സെക്കരിയ പ്രവചനം 12:9-10. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യയും ചൈനയും കൂടി വന്നാൽ യഹൂദൻ അനങ്ങാൻ പറ്റത്തില്ല. അവൻ്റെ അയണ്ടവും അനങ്ങത്തില്ല. അവൻ നിലവിളിക്കുന്ന ഒരു ദിനം വരാറായി. ആ ദിനത്തിലേക്ക് കടക്കാം. വായിക്കാൻ സെക്കരിയ പ്രവചനം 12:9-10 വാക്യങ്ങൾ. അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ, റഷ്യയുടെ നേതൃത്വത്തിൽ ജെറുസലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. സ്വർഗം നശിപ്പിപ്പാൻ നോക്കും. അടുത്ത വാക്ക്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും. ഇന്ന് ലോകം പറഞ്ഞാൽ കേൾക്കാത്ത ഈ യഹൂദൻ അവൻ നിലവിളിക്കുമെന്ന് നാട്ടുകാരും കേൾക്കട്ടെ. ലോകം പറഞ്ഞാൽ കേൾക്കാത്ത യഹൂദൻ നിലവിളിക്കും. വായിച്ചട്ടെ. യെരൂശലേം നിവാസികളുടെയും മേളിൽ കൃപയുടെയും. വായിച്ചട്ടെ മോളെ. യാചനകളുടെ ആത്മാവിനെ പകരും. അടുത്ത വാക്ക്, അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അടുത്ത വാക്ക്, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നു. കരമുയർത്തിയാട്ടെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് 2 കൂടുകളിൽ ഒന്ന് യേശു, ബറബാസ്. യഹൂദ പരീക്ഷകൾ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. ഇന്ന് രാത്രി സത്യവചന ചങ്കിനകത്ത് കോറിയിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാവൂ. അങ്ങനെയെങ്കിൽ അന്ത്യദിനത്തിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്ക്. കാൽവരിയുടെ കൊലക്കള സൈന്യാധിപന്റെ കരങ്ങളിൽ നിന്ന് കുന്തമെടുത്ത് പടയാളി എൻ്റെ യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തിയപ്പോൾ 5 ലിറ്റർ രക്തവും വെള്ളം ഒഴിയെങ്കിൽ ആ കുത്തിയവങ്കിലേക്ക് നോക്കും. ആര്? യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ കർത്താവ് വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സത്യപ്രവചനമേ കേൾക്കാവൂ. യഹൂദൻ നിലവിളിക്കുമ്പോൾ അവൻ്റെ കാലുകൾ, ഇന്ന് രാത്രി അവൻ നമ്മെ ഒരു നാളും കൈവിടുമോ? ഇല്ല, ഇല്ല. പൗലോസ് പറഞ്ഞ എബ്രായർ അവൻ എന്നെ കൈവിടത്തില്ല. ഇസ്രായേലിനെ അവൻ മറക്കുമോ? യഹൂദ ഗോത്രത്തിനകത്ത് ഏകദേശം 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇന്ന് ഇസ്ലാമിൻ്റെ ജനസംഖ്യ 200 കോടിയിൽ കൂടി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 1 കോടി പേരെ ഇസ്രായേലിലുള്ളു. ഇന്ത്യക്കാരും അമേരിക്കക്കാരും ചെല്ലാൻ പറ്റത്തില്ല. അറബ് രാജ്യങ്ങൾ മുഴുവൻ അവൻ്റെ നേരെ വരുമ്പോൾ ഇസ്രായേലിൻ്റെ പാളയത്തിനകത്തൊരു നിലവിളി ഉയരും. ആദ്യ ജാതനെ ചൊല്ലി നിലവിളിക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ നിലവിളിയുടെ നടുവിൽ ദൈവകരം വെളിപ്പെടുമോ? എൻ്റെ പ്രവചനത്തിൻ്റെ സൂക്തങ്ങൾ ഇവിടെ കേൾക്കണം. കണ്ടോണേ, ഇവിടെ കാരക്കോണത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മെഡിക്കൽ കോളേജുണ്ട്, വെള്ളറടയുണ്ട്. അവിടെ ഇഷ്ടംപോലെ ലാബുകളുണ്ട്. അതിനകത്ത് മനുഷ്യൻ്റെ കണ്ണ്, കാല്, കയ്യ്, ഇന്ന് ഹെയർ, സ്കിന്ന്, അത് കഴിഞ്ഞ് DNA. യഹോവ സാക്ഷികളിൽ ഒരു അമ്മച്ചി മരിച്ചപ്പോൾ DNA വഴി ടെസ്റ്റ് ചെയ്ത് കണ്ടെടുത്തു. നിങ്ങൾ കാരക്കോണം ജംഗ്ഷനിൽ സിയോൻ ലാബും ഉണ്ട്, നമ്മളറിയുന്ന കുഞ്ഞുങ്ങൾ നടത്തുന്ന അവിടെയും. അവിടെ ചെന്നിട്ട് കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കണം. അവർ പറയും നവാർ. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളുടെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബിനെ ഞങ്ങൾ മലയങ്കാവിൽ പരിചയപ്പെടുത്തുന്നു. അതർത്തരെ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ആ ലാബിൻ്റെ പ്രത്യേകത, അവിടെ
അവിടെ ലോക്ക്ഡൗൺ ഇല്ല, ക്വാറന്റൈൻ ഇല്ല. അത് 7 ദിവസവും വർക്ക് ചെയ്യുന്നു, 365 ദിവസം. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ലാഭ ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ കേൾക്കണം, എബ്രായ കുടിലിനകത്ത് വളർന്നപ്പോൾ അവന് വേണ്ടി എന്താ കൊണ്ടുവന്നത്? കുള്ളാരെ കൊല്ലാൻ പദ്ധതി വെച്ചു. ഇന്ന് രാത്രി ആ കുഞ്ഞിനെ അവർ ഞാങ്ങണ പെട്ടകത്തിനകത്തോട്ട് കയറ്റി വിട്ടു. വചനമകത്തളങ്ങളിൽ കയറട്ടെ. മോശയുടെ പെങ്ങളും അമ്മയും കൂടെ കരയ്ക്ക് നിൽക്കുക. എവിടെ പോകുന്നതെന്നറിയാം? പെട്ടകം മറിയാൻ തുടങ്ങി. മറിഞ്ഞ് കുടഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ നിലവിളി പെട്ടകത്തിനകത്ത് ആരുമില്ല. ഒരു മുലപ്പാൽ കൊടുത്ത് ഉറങ്ങിയ കുഞ്ഞിൻ്റെ നിലവിളി എവിടെ എത്തി? അത്യുന്നതൻ്റെ കരങ്ങളിലെത്തി. എവിടെ? ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് ഫറവോൻ്റെ പുത്രിയോട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇറങ്ങി വരണം. ആര് വന്നു? ആര് മോശക്കുഞ്ഞിനെതിരെ കൽപ്പന എഴുതിയോ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഫറവോൻ്റെ പുത്രിയെ കുളിക്കടവിൽ അയച്ചെങ്കിൽ ഇസ്രയേൽ പാളയത്തിനകത്ത് നിലവിളിയുടെ നടുവിൽ യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. സ്വോത്രം. ഈ രാത്രി നിങ്ങൾ വചനം കേട്ടോണ്ട് ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കാവൂ. എന്താ? ആ പെട്ടകത്തെ എടുത്തു, വീട്ടിൽ കൊണ്ടുവന്നു. മോശ എവിടെ കിടന്നു? ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത്. ആര് നിനക്കെതിരെ കൽപ്പന എഴുതിയോ അവൻ്റെ കൊട്ടാരത്തിനകത്ത് പൊന്നുപോലെ പാർക്കുവാൻ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ലോകത്തിലെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചാലും ഒരമ്മ തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് ശമ്പളം മേടിച്ചതുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് മാത്രം 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് ശമ്പളം വാങ്ങിച്ചു. ഇന്ന് രാത്രി ആരാ? നമ്മുടെ ദൈവം. സ്തോത്രം. ഇവിടെ വെള്ളറടയ്ക്കടുത്ത് പുഴയുണ്ട്, അല്ലെങ്കിൽ ചിറ്റൂരോട്ട് പോകുന്ന സ്ഥലത്തുണ്ട്, അല്ലെന്നുണ്ട് നെയ്യാറിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മക്കൾ അവിടെ കുളിക്കാൻ വരുമോ? സഖാവ് പിണറായി വിജയൻ്റെ മക്കൾ വരുമോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ വരുമോ? ഇല്ല. എന്നാൽ വാഗ്ദത്തമുള്ളവൻ, ചെങ്കടലിനെ വിഭജിക്കേണ്ടവൻ, സ്വർഗത്തിൻ്റെ വാഗ്ദത്തമുള്ളവൻ ഏത് ചെങ്കടലിൽ കടന്നാലും അവനെ പൊക്കിയെടുക്കുവാൻ അടകാരഗത ബൗഡാരീകാരാധ ഇന്ന് രാത്രി പറ, അന്തപുരത്തിനകത്ത് സർവശക്തന്റെ കാരം ഇറങ്ങി വരും. ഇതാ വചനത്തിൻ്റെ ധ്വനി. സ്വോത്രം. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ ഒരു സംഭവം ഇവിടെ ഉണ്ടാകും. ഇടവേളയിലേക്ക് അന്ന് സക്കറിയ പ്രവചനം 14:4-5. അത് കഴിഞ്ഞാൽ 20 മിനിറ്റ് ഉണ്ട്, അവസാനിക്കും. സ്വോത്രം. സക്കറിയ പ്രവചനം 14:4-5 വായിച്ചാട്ട് മോളെ, പടപടാ വായിച്ചാട്ട്. സക്കറിയ 14:4-5. അന്നാളിൽ അവന്റെ കാൽ. ബൈബിളുള്ളവരെല്ലാം തുറന്നാട്ടെ. ഇതാ അന്തിമ യുദ്ധം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ആ ഒലിവ് മലയിൽ നിൽക്കും. അടുത്ത വാക്ക്, ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളരും. ഇന്ന് രാത്രി എഴുതിക്കോ, 7000 കിലോമീറ്റർ ഒരു ഭൂകമ്പം നടക്കാൻ പോവാ. ബാക്കി വായിച്ചാട്ടെ, ബാക്കി വായിച്ചോ മോളെ. ഒഴിവുമല ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അതാ ഒരു താഴ്വര ഉളവായി വരും. അടുത്ത വാക്ക്, മലയുടെ ഒരു പാതി വടക്കോട്ടും ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മറ്റേ പാതി തെക്കോട്ടും. അതിന്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, മൊസാംബിക്ക്. ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ ഈ പിളരുവെന്ന്. അടുത്ത വാക്ക്, അടുത്ത വാക്ക് കൂടെ വായിച്ചാട്ടെ മോളെ. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ മതി. ആസല ഇന്ന് സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക്. 7000 കിലോമീറ്റർ. ലോകം ഇതുവരെ കാണാത്തൊരു ഭൂകമ്പം വരാൻ പോകുന്നു 3-ാം ലോക മഹായുദ്ധത്തിൽ. ഇറാഖ് മുതൽ ആഫ്രിക്ക വരെ 7000 കിലോമീറ്റർ ഭൂമി നെടുകെ പിളരും, വടക്കോട്ടും കിഴക്കോട്ടും. ഒരു കാര്യം ഇന്ന് രാത്രി കേൾക്കണമേ. 2009 1965 ഒരു റിസോർട്ട് പണിഞ്ഞത് എവിടെ? ഒലിവുമല 7 ആർച്ച്. അതിപ്പോഴും ഉണ്ട്. 2009 ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും ഒരു കമ്പനി വന്നു. ആ കമ്പനിയുടെ പേര് ഷെറാട്ടൺ. അവരവിടെ ഒരു ഹോട്ടൽ പണിയാൻ ക്ലിയറാക്കി. കാരക്കോണത്ത് ബിൽഡിംഗ് പണിയുമ്പോൾ രാത്രി അവിടെ പൈലിംഗ് ടിക്ക് ടിക്ക് ടിക്ക്. എത്ര പൈൽ ചെയ്തിട്ടാണ് വലിയ ബിൽഡിംഗ് വരുന്നതെന്നറിയാവും. പക്ഷേ മലയങ്കാവി ഒരു വീട് പണിയാൻ ആശാരി JCB കുറ്റിയടിച്ചാൽ മതി. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഒലിവുമലയുടെ അടിവാരം 2009 അവർ പൈൽ ചെയ്ത് നോക്കിയപ്പോൾ അത് പിളർന്നിരിക്കുന്നു. സംഭവം ഇസ്രായേലാ. അവർ വെറും പുള്ളികളല്ല. അവർ നമ്മുടെ രോഗികളുടെ വായിൽ ഇടുന്ന ഒരു സാധനം ഇട്ടുനോക്കി. നമ്മുടെ ഇവിടെ കരക്കോണത്ത് പിന്നെ നമ്മുടെ എൻഡോസ്കോപ്പി ഒരു ക്യാമറ ഇറക്കി നോക്കിയപ്പോൾ അടിയിൽ മൂളൽ. അവർ ഫ്രാൻസുകാരോട് പറഞ്ഞു, രക്ഷയിൽ ഇവിടെ പണിയാൻ പറ്റത്തില്ല. ആ എൻഡോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ കാരക്കോണത്തുകാരെടുത്തൊരു കാര്യം പറഞ്ഞു. 3 കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ഇസ്രായേലാണ്. ഒന്നാമത്തത് ഡ്രോൺ. അങ്ങനെ കേട്ടവർ കരമുയർത്താം. ഡ്രോൺ. രണ്ടാമത്തത് അവൻ്റെ ജൂനിയർ വന്നു. അവൻ്റെ പേരാണ് ഹെലിക്യാം. കേട്ടവർ വല്ലതും ഉണ്ടോ? നിങ്ങൾ മലയങ്കാവ് കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ മേളിൽ പറഞ്ഞിട്ട് ചേട്ടൻ ചപ്പാത്തി നിന്ന് കമ്പ്യൂട്ടറിൽ കൊണ്ടുവരത്തില്ലേ? സ്വോത്രം. വയറുമില്ല കയറുമില്ല അമ്മാമ്മ. കര ഉയരുന്നില്ലല്ലോ ടെക്നോളജി. കോട്ടയം ഭാഷയെ പറഞ്ഞാൽ കറിയാച്ചാൻ, തോമാച്ചായ്, ഇനി വരാൻ പോകുന്ന ശമുവേലച്ചായ്. അവൻ്റെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടുവരാൻ പോകുന്ന പെൽക്യാം. 1 ഡ്രോൺ, 2 ഹെലിക്യാം, 3 പെൽക്യാം. ഒരു ഗുളിക അമ്മാമ്മ. ഒരു വയറ്റി
24 കിടക്കട്ടെന്ന് സ്വത്രം. പെൽക്കാം അകത്തിട്ടപ്പോൾ ഡോക്ടർ ലാപ്ടോപ്പ് നോക്കിയപ്പോൾ അതിനകത്ത് ബാർകോഡ് ലാപ്ടോപ്പിൽ തെളിഞ്ഞു വന്നു. രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ കഴുത്ത് മുതൽ താഴെ വരെ സ്കാൻ ദാണ്ട കിടക്കുന്ന സ്വത്രം. ഹെലിക്കാമ കല്യാണത്തിന് ചിന്നമാമ ചപ്പാത്തി തിന്നുന്നത് താഴെ പിടിച്ചോളം കൊടുത്തെന്ന് സ്വത്രം. ഇതാ എൻ്റെ മലയാളം. ഉടനെ പൊന്നപ്പൻ ചേട്ടൻ്റെ വയറ്റി പവിത്രണ്ണ കരളുമില്ല കൂമ്പുമില്ല. പൊന്നപ്പനോട് ചോദിച്ചു ഏത് ബ്രാൻഡാണ് അടിക്കുന്ന, റമ്മാണോ ജവാനാണോ സ്വത്രം. ദാ കിടക്കുന്ന ഇതിൻ്റെ പേരാ ദാ വരുന്ന ഇസ്രായേലിനെ കണ്ടുപിടുത്തം പെൽക്കാം സ്വത്രം. അതുകൊണ്ടാ മോഡി സാറ് പറയുന്നത് അണ്ണാ ഞാൻ നിങ്ങ പക്കം ഇരിക്കുന്നത് സ്വത്രം. ഇതെല്ലാം ഇവിടെ വരാൻ പോവാ. അതുകൊണ്ട് MRI മൾട്ടി സ്ലൈഡ് സ്കാനിനൊന്നും പിള്ളേരെ വിടല്ലേ. ഇസ്രായേലിലെ ഗുളിക വരാൻ പോകുന്നു. ഏകദേശം 1.5 ഗ്രാമേ ഉള്ളു. ഒറ്റയടി ചെന്നപ്പൻ ചേട്ടൻ്റെ വയറും കരലും കൂമ്പും എല്ലാം കാണാം സ്വത്രം. MRI വേണ്ട, മൾട്ടി സ്ലൈഡ് വേണ്ട. അപ്പം തന്നെ താണ്ടി ഈ ലാപ്ടോപ്പിൽ നിന്ന് സ്ക്രീൻ എടുത്ത് ഇഞ്ഞ് കൊണ്ടുവരാം. ഒരു CD കിട്ടും എവിടെ പോയാലും സ്വത്രം. മയക്കും വേണ്ട. അത്രയും കണ്ടുപിടുത്താ യഹൂദൻ കണ്ടുപിടിക്കുന്നത്. യവൻ യാക്കോബിൻ്റെ കൊച്ചുമോനാ മക്കളെ. ആട്ടിൻ്റെ കളർ മാറ്റിയവൻ്റെ മക്കളാ. സന്തോഷമില്ലല്ലോ? മിണ്ടുന്നില്ലല്ലോ. ആടിൻ്റെ കളർ മാറ്റിയതാര്? സിനിമാ നടൻ ദിലീപൊന്നുമല്ല. ആട് വെള്ളം കുടിക്കാൻ വന്നപ്പം പണ്ടത്തെ കാലത്ത് പുന്നപടി ഞെരിഞ്ഞിൽ പടി ഇട്ട് കലക്കി കൊടുത്ത് കളർ മാറ്റിയ പുള്ളിയുടെ കൊച്ചുമക്കളാ സ്വത്രം. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞ സകല മാനവും മൊത്തം നിന്റെ മക്കൾക്കാണ്. ചുമ്മാതല്ല. മോഡി സാറൊക്കെ ഭയങ്കര ബുദ്ധിമാൻ. അത് കണ്ടിട്ട് പണ്ട് പവിത്രൻ ചേട്ടൻ ഞാനായിരുന്നു ഈ പറക്കംകാർ പ്രസംഗിച്ചത്. നിങ്ങൾ ഒത്തിരി പേരെൻ്റെ സ്റ്റേജിൽ കേട്ടിട്ടുണ്ട്. അന്ന് ആരാണ്ട് പറഞ്ഞ് പാസ്റ്റർ എന്തോ തലയ്ക്ക് ചൂടാന്ന് സ്വത്രം. യെരുശലേം ഈ പറക്കംകാർ ഉടനെ സ്റ്റാർട്ടാവാൻ പോകുന്നു. ഉപദേശിമാരുണ്ട് ബുക്ക് ചെയ്താൽ 75 ലക്ഷമേ ഉള്ളൂ. ഇന്നോവ വേണ്ട പറക്കംകാർ സ്വത്രം. അതും വരാൻ പോകുന്നു. അത്തി തളിർത്തു കൊമ്പിളതായി വേനലടുത്തു. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഇതാ സത്യവചനം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ 7000 കിലോമീറ്റർ ഒലിവുമല പിളരും. ഇടവേളയിലേക്ക് 20 മിനിറ്റ് കൂടി ബാക്കി. ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. 1, ആയിരക്കണക്കിന് വിമാനങ്ങൾ ഇസ്രയേലിൻ്റെ മുകളിൽ വരും. 2, യഹൂദൻ നിലവിളിക്കും. 3, അവർ കുത്തിയവങ്കലേക്ക് നോക്കി കരയും. ആ ശബ്ദം അവിടെ നടക്കുമ്പോൾ ഇവിടെ ഒരു ശബ്ദം അതിനു മുമ്പ് നടക്കും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തിയാട്ടെ. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുക. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്. സകല ജാതികൾ വിരോധമായി കൂടി വരും. മുറിവ് കൂടി പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. മക്കളെ, ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറിയിലെ രക്തത്താൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കോടാനുകോടി ദൂതന്മാരുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.